ചരിത്രം തന്നെ മാറ്റെഴുതുകയല്ലേ. ഞാൻ കൂടുതൽ നീട്ടിപ്പറത്തി പറയുന്നില്ല. പല ചരിത്രവും ഇപ്പോൾ മാപ്പിള ലഹള നടന്നു. ആ മാപ്പിള ലഹള പോലും സ്വാതന്ത്ര്യ സമരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ മാപ്പിള ലഹള പോലും സ്വാതന്ത്ര്യ സമരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്വാമിമാർ പോലും ഗുരു ആശ്രമത്തിൽ, അതായത് അദ്വൈത ആശ്രമത്തിൽ 2ാം മതസൗഹാർദ്ദ സമ്മേളനം കൂടിയപ്പോൾ പറഞ്ഞു ഇത് ഇന്ത്യയിലെ 2ാമതാണ്. ആ കൂടാനുള്ള കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് മലബാറിൽ നടന്ന ലഹള, ഹിന്ദുക്കളെ മുഴുവൻ നശിപ്പിച്ചും സ്ത്രീകളെ വ്യഭിചാരിച്ച് കൊന്നും മതവരുത്തം നടത്തിയ ആ അവസ്ഥ അറിഞ്ഞ് കുമാരനാശാനെ പറഞ്ഞ് അങ്ങോട്ടയച്ച് അത് കണ്ടുവന്ന കുമാരനാശാൻ എഴുതിയ പുസ്തകമുണ്ട്. അതാരും പറയുന്നില്ല. ആ ദുഃഖം കുമാരനാശാൻ വന്ന് പറഞ്ഞു ഗുരുവിൻ്റെ അടുക്കൽ. അങ്ങനെയാണ് കുമാരനാശാൻ്റെ ഈ ദുഃഖം അറിഞ്ഞപ്പോൾ ഒരു സർവമത സമ്മേളനം വിളിച്ചു വിട്ടിട്ട് കുമാരനാശാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവോടെ പ്രസംഗിച്ചില്ല. എല്ലാ മതവിശ്വാസികളെയും വരുത്തിയ ശേഷം എഴുതി പറഞ്ഞതെന്താണ്? എല്ലാ മതസാരം ഒന്നെന്നാണ്. പക്ഷെ അതിന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരമായിട്ടാണ്. ഇങ്ങനെ വ്യാഖ്യാനിച്ച് എവിടെ എത്തി? അതല്ലെന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? രേഖകളുണ്ട്. കുമാരനാശാൻ അന്ന് എഴുതിയ കവിതകളുണ്ട്. ഇത് കണ്ടിട്ട് വന്നെഴുതിയ. അങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നമ്മളെയെല്ലാം ചരിത്രത്തിന് താഴെയിട്ട് ചവിട്ടിത്താത്തിക്കൊണ്ട് പോകുന്ന ദുരവസ്ഥ. ആ പുസ്തകത്തിൻ്റെ പേര് ദുരവസ്ഥ എന്നാണ് കുമാരനാശാൻ എഴുതിയത്. ആ ദുരവസ്ഥ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ വീര്യവും നമുക്ക് നേടിത്തുന്നത് ആരാണ്? രാജാവിൻ്റെ കാലത്ത് ഒന്നായി നിന്നുകൊണ്ട് നമ്മൾ നന്നായി. സംവരണം വാങ്ങിയത് ആരാ? ഈ ഗവൺമെൻറ് തന്നാണോ? ഒരു ഗവൺമെൻറ് തന്നല്ല. നമ്മൾ സമരം ചെയ്ത് മേടിച്ചതാണ്. നമ്മൾ ഇനിയും സമരം ചെയ്യുവാൻ, ജനാധിപത്യം വന്നിട്ട് പോലും നമ്മൾ കിടന്നെടുത്ത് കിടക്കുകയാണ്. ഇനിയും ഉയരാനും വളരാനും നമുക്ക് സാധിക്കണമെങ്കിൽ സംഘടിച്ച് ശക്തരായി അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ മുഖം നോക്കാതെ ഈഴവത്തി പറ്റ ഈഴവനാണ് ഞാനെന്ന് പറയുവാനുള്ള അഭിമാനബോധത്തോടുകൂടി മുമ്പോട്ട് പോകാനുള്ള ഇച്ഛാശക്തി ഓരോ ഈഴവ ഹൃദയങ്ങളിലും ഉണ്ടാകണമെന്ന വിനീതമായ അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു.